ഈ മുരിങ്ങയില എന്തുകൊണ്ടാണ് സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് അറിയോ? വെറും ഒരു 100 ഗ്രാം അളവിലുള്ള മുരിങ്ങയുടെ ഇലയിൽ അതേ സെയിം അളവിലുള്ള ഓറഞ്ചിനേക്കാൾ 7 മടങ്ങ് വിറ്റമിൻ സിയും, വാഴപ്പഴത്തിലുള്ളതിനേക്കാൾ 3 മടങ്ങ് പൊട്ടാസ്യവും, പാലിലുള്ളതിനേക്കാൾ 4 മടങ്ങ് കാൽഷ്യം, തൈരിലുള്ളതിനേക്കാൾ 2 മടങ്ങിന് പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മുരിങ്ങയുടെ ഇലയും കുറച്ച് ക്യാരറ്റും കടലയും തേങ്ങയൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു ഈസി റെസിപ്പി. ഒരു നേരം ചോറ് മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. പ്രോട്ടീനും ഫൈബറും ധാരാളം അടങ്ങിയിട്ടുള്ള കടല ഒന്ന് വെള്ളത്തിൽ തലേദിവസം കുതിർക്കാൻ ഇട്ടതിന് ശേഷം കുക്കറിൽ പാകത്തിന് വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിലേക്കെല്ലാം ഇട്ടൊന്ന് വഴറ്റി പാകത്തിനുള്ള മസാലകളായിട്ട് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി, ഗരം മസാലയൊക്കെ ചേർത്ത് നമ്മൾ കടല ആദ്യം വേവിച്ചെടുക്കുകയാണ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന ക്യാരറ്റും പിന്നെ തേങ്ങ ഒരു മെഡിസിൻ ആയിട്ട് പോലും ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. നിറയെ വൈറ്റമിൻസും ഫൈബറും ഹെൽത്തി ഫാറ്റ്സൊക്കെ ഉള്ള തേങ്ങ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം തേങ്ങയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നു. അവസാനം നമ്മുടെ സൂപ്പർ ഫുഡായ മുരിങ്ങയില നമ്മൾ ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. മുരിങ്ങയില നന്നായിട്ട് കഴുകി വാരി വെച്ചതാണ്. ഏത് പച്ചക്കറിയും പോലെ തന്നെ ഒരുപാട് നേരം ഒന്ന് വേവിച്ച് അതിൻ്റെ ന്യൂട്രിയൻസ് ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. ജസ്റ്റ് ഒന്ന് വാടി വരേണ്ട ആവശ്യമേ ഉള്ളൂ. അങ്ങനെ മുരിങ്ങയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡിയായി. ഇനി ഇത് കഴിക്കാനായിട്ട് അല്പം പുളി കുറഞ്ഞ തൈരോ അച്ചാറൊക്കെ കൂട്ടിയാണെങ്കിൽ നമുക്ക് ഒരു നേരം ചോറിന് പകരം കഴിക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്.